ഹലോ ഫ്രണ്ട്സ്, ഇൻസ്റ്റെക്കിന് പുതിയൊരു വീഡിയോയിൽ സ്വാഗതം. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ എല്ലാവരും ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുന്നുണ്ടല്ലേ. ഭൂരിഭാഗം പേര് ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുന്നുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾക്ക് അറിയാത്തതും അറിയുന്നതുമായിട്ടുള്ള ഒരു അടിപൊളി ട്രിക്കാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഏകദേശം 90-91% ആൾക്കാർക്കും ഈ ട്രിക്ക് അറിയില്ല എന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും നിങ്ങൾ വീഡിയോ ഒന്ന് വാച്ച് ചെയ്ത് നോക്കുക. ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുന്നവർക്ക് എല്ലാവർക്കും ഈ വീഡിയോ എന്തായാലും യൂസ്ഫുൾ ആവും. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് നിങ്ങൾ ഇനിയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താഴെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് പല ഗുണങ്ങളും ഉണ്ട്. ഞാൻ പുതിയ പുതിയ ടെക്നോളജി വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് അതൊരു മോട്ടിവേഷൻ ആയിരിക്കും. എന്താണെന്ന് വെച്ചാൽ, പുതിയ പുതിയ വീഡിയോകളും കണ്ടന്റും കണ്ടുപിടിച്ച് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ചാനൽ മറക്കാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ഓൾ എന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് ഇൻസ്റ്റഗ്രാമിന്റെ ട്രിക്കിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് ഇൻസ്റ്റഗ്രാം ഓപ്പൺ ആക്കുക. ഇൻസ്റ്റഗ്രാം ഓപ്പൺ ആക്കിയതിന് ശേഷം ഇപ്പോൾ നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ കുറേ ആൾ മെസ്സേജ് അയക്കുന്നുണ്ടാവും അല്ലേ. അപ്പോൾ മെസ്സേജ് അയക്കുമ്പോൾ അവരെ മെസ്സേജ് നമുക്ക് ഇഷ്ടമാണ്, പക്ഷേ വെറുപ്പിക്കും മെസ്സേജ് അയച്ച്. ഇതെങ്ങനെ ഒഴിവാക്കാം? നമ്മൾ മെസ്സേജ് കാണാനും പാടില്ല, പക്ഷെ നമുക്ക് മെസ്സേജ് വായിക്കണം. ഇത് പുതിയൊരു അപ്ഡേഷനാണ്. ഇത് കുറേ ആൾക്ക് അറിയാമെന്ന് തോന്നുന്നു, എന്നാലും അറിയാത്തവർക്ക് ഇത് എന്തായാലും യൂസ്ഫുള്ളാണ്. ഇത് നമ്മളൊന്ന് പ്രൊഫൈലിലേക്ക് പോവുക. അവരുടെ പ്രൊഫൈലിലേക്ക് പോയ ശേഷം നമുക്കവിടെ 3 ഡോട്ട് കാണാൻ സാധിക്കും. 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ റീസ്ട്രൈറ്റ് എന്ന് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളവിടെ റീസ്ട്രൈറ്റ് അക്കൗണ്ട് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്താൽ പിന്നെ അവർ മെസ്സേജ് അയക്കുമ്പോൾ നമുക്ക് മെസ്സേജ് കാണാൻ സാധിക്കും, പക്ഷെ അവർ വിചാരിക്കും നമ്മൾ മെസ്സേജ് നോക്കിയില്ല എന്ന്. അപ്പോൾ കണ്ടോ, നമുക്കവിടെ അൺറിസ്ട്രിക്റ്റ് എന്ന് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് തീർച്ചയായും യൂസ്ഫുൾ ആവുന്ന ഒരു ട്രിക്കാണ്. ഇനി അടുത്ത ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ, നമ്മളെല്ലാവരും ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ഇടുന്നവരാണ്. സ്റ്റോറി ഇടുന്നവർക്കുള്ള ഒരു സമയമെടുത്ത് സ്റ്റോറി ഇടുന്നവർക്കുള്ള ഒരു അടിപൊളി ട്രിക്കാണ്. അതിപ്പോൾ ഞാൻ കാണിച്ചു തരാം. എന്താണെന്ന് വെച്ചാൽ, നമ്മളൊന്ന് സ്റ്റോറിയിലേക്ക് പോവുക. ഞാനിപ്പോൾ ഒന്ന് സ്റ്റോറിയിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഒന്ന് സ്റ്റോറി ഓപ്പൺ ആക്കുകയാണ്. സ്റ്റോറി ഓപ്പൺ ആക്കിയതിന് ശേഷം നമ്മളിവിടെ ടാപ്പ് ടു ടൈപ്പ് അതെടുത്തതിന് ശേഷം നമുക്കവിടെ സ്റ്റിക്കർ കുറേ കാണാൻ സാധിക്കും അല്ലേ. നമുക്ക് സ്റ്റിക്കർ മാത്രമല്ല, ഈ ഇപ്പോഴത്തെ അപ്ഡേഷനിലൂടെ ആനിമേഷൻ കൂടി വന്നിരിക്കുന്നത്. ആനിമേഷൻ ഇതെല്ലാവർക്കും സ്റ്റോറി ഇടുന്ന പലർക്കും അറിയുന്ന ഒരു ട്രിക്ക് തന്നെയാണ്, പക്ഷേ ഇതറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ട്രിക്ക് ഒന്നും കൂടി പറയുന്നത്. നമ്മൾ ആനിമേഷൻ സ്റ്റൈൽ എന്ന് അടിച്ച് നോക്കുക. ആനിമേഷൻ ലെറ്റേഴ്സ് എന്ന് അടിച്ച് നോക്കുക. ആനിമേഷൻ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ കുറേ ആനിമേഷൻ കാണാൻ സാധിക്കും. ഇവിടെ നെറ്റ് സ്ലോ ആയതുകൊണ്ടാണ് ആനിമേഷൻ കിട്ടാത്തത്. കുറേ ആനിമേഷൻ ഉണ്ട്. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഉദാഹരണത്തിന് ഹോട്ട്സിൻ്റെ ഒരു ആനിമേഷൻ എടുക്കുക. കണ്ടോ, ആനിമേഷൻ എടുത്ത് നിങ്ങൾക്ക് ഇത് മാത്രമല്ല കുറേ ആനിമേഷൻ ഉണ്ട്. ഇതെടുത്തതിന് ശേഷം ഞാൻ നിങ്ങൾക്കൊന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. സമയമെടുത്ത് സ്റ്റോറി ഇടുന്നവർക്കൊക്കെ തീർച്ചയായും ഇത് യൂസ്ഫുൾ ആവുന്നതാണ്. കണ്ടോ, ആനിമേഷനായിട്ട് പോകുന്നത്. ഞാനിപ്പോൾ സ്റ്റോറി ഒന്നും ഇടുന്നില്ല, നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാനിത് റെക്കോർഡ് ചെയ്തത്. പിന്നെ അടുത്ത ട്രിക്ക് എന്താണെന്ന് വെച്ചപ്പോൾ, കുറേ ആൾ സ്റ്റോറി ഇട്ട് വേർപ്പിക്കുന്നുണ്ടല്ലേ. അപ്പോൾ സ്റ്റോറി അവരെ അൺഫോളോ ചെയ്താൽ അവർക്ക് എന്തായാലും മനസ്സിലാവും. അപ്പോൾ ഇത് മനസ്സിലാകാതിരിക്കാനുള്ള ഒരു അടിപൊളി ട്രിക്കാണ്. നമ്മൾ ആ സ്റ്റോറി ഇടുന്നവരെ ഒന്ന് ലോങ് പ്രസ് ചെയ്യുക. എന്നിട്ട് നമുക്കവിടെ മ്യൂട്ട് കാണാൻ സാധിക്കും. നമ്മൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് മ്യൂട്ട് സ്റ്റോറി ആൻഡ് പോസ്റ്റ് എന്ന് കാണാൻ സാധിക്കും. നമുക്കിതിൽ പോസ്റ്റ് അടക്കം വേണോ അല്ല മ്യൂട്ട് സ്റ്റോറി എന്ന് മാത്രം വേണോ എന്ന്. ഞാനിവിടെ മ്യൂട്ട് സ്റ്റോറി എന്ന് മാത്രം ഒന്ന് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കും ആ സ്റ്റോറി മാത്രമായിട്ട് പോകുന്നത്. ഇനി പോസ്റ്റ് വേണമെങ്കിൽ നമുക്ക് പോസ്റ്റ് മാത്രമായിട്ട് ചെയ്യാവുന്നതാണ്. എന്തായാലും ഒരു അടിപൊളി ട്രിക്കാണ്. നിങ്ങൾക്ക് തീർച്ചയായും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. ഒന്ന് ട്രൈ ചെയ്യാം. ഇന്നത്തെ എൻ്റെ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. മറ്റുള്ള ഫ്രണ്ട്സിനും എന്തായാലും ഈ വീഡിയോ യൂസ്ഫുൾ ആകും, അവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയും കാണുന്നതുവരെ ബൈ ബൈ.